പുതിയ തലമുറ, നമ്മുടെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നു, ചരിത്രം പഠിക്കുന്നു, മറ്റ് കലകളും ഒക്കെ നമ്മൾ അവരെ അഭ്യസിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും അവരിൽ മാനുഷിക മൂല്യങ്ങൾ ഉണർത്തുവാൻ നമ്മുടെ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും അധികം ആലോചിക്കേണ്ട ഒരു വിഷയം. ഇപ്പൊ ഈ പത്രങ്ങളെടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സാംസ്കാരികമായ നിലവാരം അങ്ങേയറ്റം മലീമസമായിരിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. പത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, ടെലിവിഷനിലൂടെ നമ്മൾ എന്താണ് കാണുന്നത്, പത്രങ്ങളിലൂടെ എന്താണ് വായിക്കുന്നത്, ഇതൊന്നും തന്നെ കുട്ടികളുടെ അടുത്തേക്ക് കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ സാംസ്കാരികമായ സ്ഥിതിയിലേക്ക്, മലീമസമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ചില മാധ്യമങ്ങൾ തന്നെ പറയുന്നത് കുട്ടികളെ മാറ്റി നിർത്തുക, കുട്ടികളെ മാറ്റി നിർത്തുക. ആ വിധത്തിലുള്ള ഒരു അവസ്ഥയിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ഏറ്റവും നല്ല ചിന്തകൾ പകർന്നു നൽകുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഈ നൂറ്റാണ്ടിനോടും നമ്മുടെ രാഷ്ട്രത്തിനോടും നമ്മുടെ സമൂഹത്തിനോടും നമ്മുടെ ഭാവി തലമുറയോടും ചെയ്യുന്ന ഏറ്റവും മഹോന്നതമായ ഒരു കർമ്മമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അത് എപ്പോഴും അപ്പോൾ ഇവിടെ കുട്ടികൾക്കായി നിരന്തരമായി ക്ലാസുകൾ സംഘടിപ്പിച്ചു. സനാതന മൂല്യങ്ങളെ കുറിച്ചുള്ള ക്ലാസുകൾ. പുത്രന്മാരെ കുറിച്ച് രാമായണത്തിൽ പറയുന്നു. 3 തരം പുത്രന്മാരുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പുത്രൻ, ആദ്യത്തെ വിഭാഗത്തിൽ വരുന്ന പുത്രന്മാർ അച്ഛനമ്മമാരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ, അച്ഛനമ്മമാരുടെ ഇംഗിതമറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ. ഇപ്പോ അച്ഛന്റെയോ അമ്മയുടെയോ മനസ്സിൽ പൊന്തിവരുന്ന ഒരു ആഗ്രഹം മകനോട് പറയേണ്ടതില്ല, പറയാതെ തന്നെ അത് നിവർത്തിച്ചു കൊടുക്കുന്ന, സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന പുത്രന്മാരാണ് ആദ്യത്തെ വിഭാഗത്തിൽ. രണ്ടാമത്തെ വിഭാഗത്തിലെ പുത്രനാകട്ടെ, അവരറിഞ്ഞ് ചെയ്യാൻ അവർക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരും. അവരോട് അച്ഛനും അമ്മയും ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹാനുസരണം നിവർത്തിച്ചു കൊടുക്കുവാൻ ഈ രണ്ടാമത്തെ വിഭാഗത്തിലെ പുത്രന്മാർ സന്നദ്ധരാണ്. മൂന്നാമതൊരു വിഭാഗം കൂടി രാമായണത്തിൽ പറയുന്നു. ആ വിഭാഗം അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടാൽ പോലും അത് ചെയ്തു കൊടുക്കാത്തവരാണ്. ഈ 3 തരത്തിലുള്ള തലമുറകളെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇതിഹാസങ്ങളിൽ ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചിന്തിക്കുക. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രസംഗം അതിൻ്റെ ഫോമിലേക്ക് വരുന്നില്ല. യെസ്, NV കൃഷ്ണവാര്യർ എന്നൊരു കവിയുണ്ടായിരുന്നു. അദ്ദേഹം എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയുണ്ട്, ബാക്കി വല്ലതുമുണ്ട്. കവിതയുടെ പേരാണ്. ആ കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദയ പോയി, ദാക്ഷിണ്യം പോയി, ലോഹ്യം പോയി, മര്യാദ പോയി, ബാക്കി വല്ലതുമുണ്ട്.
ഈ പറയുന്നതൊക്കെ ജീവിതത്തിന്റെ ഉന്നതമായ മൂല്യങ്ങളാണെന്നിരിക്കെ അതെല്ലാം നഷ്ടമായിരിക്കുന്നുവെന്ന് എൻ ടി കൃഷ്ണവാര്യർ തന്റെ കവിതയിലൂടെ പറഞ്ഞിട്ട് ദശാബ്ദങ്ങൾ കടന്നുപോയിരിക്കുന്നു. ആ അവസ്ഥയിൽ നിന്ന് എത്രയോ നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ക്ലാസുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഗുരുഭക്തിയെക്കുറിച്ച് കുട്ടികൾ എത്രത്തോളം ചിന്തിക്കുന്നു, എത്രത്തോളം അവർ ഉൾക്കൊള്ളുന്നു എന്ന കാര്യം ആലോചിക്കാൻ. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെ ഈ അടുത്ത കാലത്ത് യുവതലമുറയിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ വന്നതിന് ശേഷം കോളേജ് അധ്യാപകനായിട്ട് പുള്ളിക്ക് ജോലി കിട്ടി. കോളേജ് അധ്യാപകനായി ജോലി കിട്ടി. ഗവൺമെന്റ് കോളേജുകളിലാണ് അദ്ദേഹം പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത്. കേരളത്തിലെ ഉന്നതമായ മഹാരാജാസ് കോളേജ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെ നിരവധി കോളേജുകൾ അദ്ദേഹം പഠിപ്പിക്കും. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ച് സെക്രട്ടേറിയറ്റിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ്? നല്ല ആകർഷകമായ ഒരു പ്രൊഫഷനല്ലേ അധ്യാപകന്റെ പ്രൊഫഷൻ? വളരെ ആകർഷകമായ പ്രൊഫഷനാണ്. പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന, അവരിലേക്ക് പുതിയ പ്രകാശം വീശാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രൊഫഷനായിരിക്കെ എന്തിനാണ് ഈ ഫയലുകളുടെ ഇടയിലേക്ക്, ഈ പ്രശ്നങ്ങളുടെ ഇടയിലേക്ക്, ഈ സങ്കീർണതകളുടെ ഇടയിലേക്ക് തിരിച്ചു വന്നത്? അയാൾ പറഞ്ഞത്, സാറ് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ആ കാലം പോയിരിക്കും. അധ്യാപകരെ വിദ്യാർത്ഥികൾ ബഹുമാനിക്കുന്ന കാലം പോയിരിക്കും. സാർ ഇന്നത്തെ പത്രം കണ്ടു. ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട്. അയാൾ പറയുകയാണ്, ഒരു കോളേജ് അധ്യാപകനെ അവിടുത്തെ യൂണിയനിൽപ്പെട്ട വിദ്യാർത്ഥികൾ മർദ്ദിച്ചതിന്റെ വാർത്ത. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അധ്യാപകന് യാതൊരു ബഹുമാനമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് അതിനേക്കാളും നല്ലത് ട്രാൻസ്ഫർ ഇല്ലാതെ ഇങ്ങനെ ഇവിടെ മുന്നോട്ട് പോകുന്നതല്ലേ? ആലോചിച്ചു നോക്കണം. നമ്മുടെ ഏറ്റവും ശാശ്വത മൂല്യമുള്ള പതാക വാചകമെന്ന് നമുക്ക് പറയാവുന്ന ആ വചനം എന്താണ്? മാതാ പിതാ ഗുരു ദൈവം എന്ന് ഓർക്കണം. മാതാവും പിതാവും ഗുരുവും പ്രത്യക്ഷ ദൈവങ്ങളാണ് എന്ന് പറയുന്ന ആ വാചകം, നമ്മളെ നയിക്കുന്ന വാചകം, അതിൽ നിന്ന് എത്ര അകന്നു പോയി. നമുക്ക് പുരാണത്തിലേക്ക്, ഇതിഹാസത്തിലേക്ക് പോകുമ്പോൾ കർണന്റെ ചിത്രം നമുക്ക്, കർണൻ തന്റെ ഗുരുനാഥനായി സ്വീകരിക്കുന്നത് ആരെയാണ്? പരശുരാമനെയാണ്. പരശുരാമനെ ഗുരുനാഥനായി സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ കർണൻ ഒരു ചെറിയ കള്ളം പറയും. അത് ചെറിയ കള്ളമാണോ എന്ന് കർണൻ തോന്നുകയും അത് വലിയ കള്ളമാണോ എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യും. പരശുരാമനെ അറിയാമല്ലോ, അദ്ദേഹം ബ്രാഹ്മണർക്ക് മാത്രമേ വിദ്യ പകർന്നു കൊടുക്കുകയുള്ളൂ എന്നുള്ള ഉഗ്രവ്രതത്തോടെ കഴിയുന്ന പരശുരാമന്റെ അടുത്ത് ക്ഷത്രിയനായ കർണൻ ചെല്ലുകയാണ്. പക്ഷെ കർണനെ ഈ കുറ്റം പറയാൻ കഴിയില്ല. കർണൻ ക്ഷത്രിയനാണെന്ന് കർണനെ യാതൊരു തെളിവുമില്ലല്ലോ, പറഞ്ഞു നിൽക്കുന്ന തെളിവുകളല്ലേ. അതിരഥന്റെ പുത്രനായി വളരുന്ന കർണൻ. അപ്പോൾ ആ കർണൻ ഇവിടെ ചെന്നിട്ട് ബ്രാഹ്മണനാണ് എന്ന വ്യാജേന പരശുരാമനിൽ നിന്ന് വിദ്യകൾ അഭ്യസിക്കുകയാണ്. പരശുരാമൻ ഒരു ഘട്ടത്തിൽ തന്റെ ശിഷ്യന്റെ മടിയിൽ, ഒരു അപരാഹ്നത്തിൽ, ഒരു വൃക്ഷച്ചുവട്ടിൽ തലവച്ച് മയങ്ങുകയാണ്. നോക്കണം, അന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതി, ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ കാലം. ആ കാലത്ത് ശിഷ്യന്റെ മടിയിൽ തലവെച്ച് എത്ര സ്വച്ഛമായി, സ്വച്ഛസുന്ദരമായി, ശാന്തമോഹനമായി അദ്ദേഹം ഉറങ്ങുകയാണ്. അത്ര വിശ്വാസമാണ് ശിഷ്യൻ. ശിഷ്യന്റെ മടിയിൽ തലവെച്ച് ഇന്നൊരു ഗുരുനാഥൻ ഉറങ്ങാൻ കഴിയും. ഗുരുനാഥനെ തന്നെ കായികമായി കൈകാര്യം ചെയ്യുന്ന ഈ കാലത്ത് ശിഷ്യന്റെ മടിയിൽ തലവെച്ച് കൊടുത്തിട്ട് എങ്ങനെയിരിക്കും? പക്ഷേ കർണന്റെ മടിയിൽ തലവെച്ച് പരശുരാമൻ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം നിതാന്തമായ മയക്കത്തിന്റെ നിദ്രയുടെ അതീവ സുന്ദരമായ സൗഖ്യങ്ങളിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിനത് അത്ര വിശ്വാസമാണെന്നുള്ളത്. ഈ സമയത്താണല്ലോ ഇന്ദ്രൻ, ദേവേന്ദ്രൻ ഒരു വണ്ടായി വരികയും കർണന്റെ തുടയിൽ തുളച്ചു കയറുകയും ഉഗ്രമായ വേദനയിൽ കർണൻ പുളയുകയും അതിൽ നിന്ന്, ആ മുറിവിൽ നിന്ന് രക്തം ഒരു നദി പോലെ ഒഴുകുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കർണൻ അനങ്ങിയില്ല എന്നാണ് പറയുന്നത്. കർണൻ ഒന്ന് ചരിച്ച പോലുമില്ല, കർണൻ ഒന്ന് തുടിച്ചത്
പോലുമില്ല. ശ്വാസോച്ഛ്വാസത്തിന്റെ ആ ഗതിവേഗത്തിൽ പോലും നേരിയ ചലനം പോലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ട് കർണൻ സഹിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, താനൊന്ന് ചലിച്ചു പോയാൽ, തന്റെ കാലൊന്ന് അനങ്ങിപ്പോയാൽ ഗുരുനാഥൻ നിദ്ര കൊള്ളുകയാണ്, തന്നെ വിശ്വസിച്ച് നിദ്ര കൊള്ളുകയാണ്. അതുകൊണ്ട് ഈ കഠിനമായ ക്രൂരമായ വേദനയുടെ ഉഗ്രതാപത്തിലും ആ ശിഷ്യൻ ഗുരുവിന് വേണ്ടി സഹിക്കുകയാണ്, ആ പീഡനം ഏറ്റുവാങ്ങുകയാണ്. പക്ഷെ പറഞ്ഞുവല്ലോ, നദി പോലെ ഒഴുകുകയാണ് രക്തം. ഈ രക്തം അവിടെ തളം കെട്ടി അതിന്റെ ഈർപ്പം കൊണ്ട്, അതിന്റെ ആ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പരശുരാമൻ ഉണരുകയും ഉണർന്നു നോക്കുകയും ചെയ്യുന്നു. വെഞ്ഞെത്തിപ്പോയി, കാരണം രക്തത്തിൽ കുളിച്ചിരിക്കുക. പക്ഷേ പരശുരാമൻ ചിന്തിച്ചത് മറ്റൊന്നാണ്, അദ്ദേഹം മനസ്സിലാക്കിയത് മറ്റൊന്നാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിന് ഇങ്ങനെ ചിന്തിക്കാം, തന്റെ ശിഷ്യൻ തന്നെ ഉണർത്താതിരിക്കാൻ എന്തുമാത്രം ത്യാഗം സൃഷ്ടിച്ചിരിക്കുന്നു, വേദന സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് ചിന്തിക്കുന്നതിന് പകരം പരശുരാമൻ ചിന്തിച്ചത്, ഇവൻ ബ്രാഹ്മണനല്ല, ഇവൻ ക്ഷത്രിയനാണ്. ഒരു ക്ഷത്രിയന് മാത്രമേ ഇത്ര ഉഗ്രമായ വേദന സഹിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അദ്ദേഹം ചോദിക്കുന്നു, നീ ഉഗ്രമൂർത്തിയായി നിന്നുകൊണ്ട് പരശുരാമൻ ചോദിക്കുന്നു, നീ ക്ഷത്രിയനല്ലേ, നീ ബ്രാഹ്മണനാണോ? ബ്രാഹ്മണനല്ല എന്ന് പതറി പറയുന്ന കർണനോട് കർണന്റെ നേർക്ക് ഉജ്ജ്വലമായ ശാപവചസ്സുകൾ എയ്യുകയാണ് പരശുരാമൻ. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്, ആ ശിഷ്യന് ഗുരുവിനോടുണ്ടായിരുന്ന ഭക്തി, ആ ഭക്തിയുടെ തീവ്രത, ആ തീവ്രത കൊണ്ടാണ് അയാൾ അത്രയും വലിയ ഒരു ത്യാഗം സൃഷ്ടിച്ചത്. പക്ഷെ ഗുരു എന്താണ്, ഗുരുവിനോട് ശിഷ്യൻ കള്ളം പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും സഹിക്കാനാകാത്ത ഒരു കുറ്റമായി ഗുരു അതിനെ കാണുകയാണ്. അപ്പൊ ഈ കഥയിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഗുരുഭക്തി എന്ന് പറയുമ്പോൾ നെറുകേടിന്റെ ഒരു അംശം പോലും ഗുരുവിന്റെ നേർക്ക് പാടില്ല എന്ന് പറയുന്ന ശിഷ്യന്റെ സംശുദ്ധമായ, പരിശുദ്ധമായ, നിർമ്മല ചിത്തശുദ്ധമായ ഒരവസ്ഥയുണ്ട്. അതാണ് വിദ്യാർത്ഥികൾ പുലർത്തേണ്ടത്. അപ്പോൾ ഗുരുവിൽ നിന്നും അനുഗ്രഹമല്ലാതെ മറ്റൊന്നും വിദ്യാർത്ഥികൾ വാങ്ങാൻ പാടില്ല. ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഉയർച്ചയിലേക്ക് എത്തുപറ്റൂ. അപ്പോൾ ഗുരുത്വത്തിൽ നിന്നും മാത്രമേ, എനിക്കത് പറഞ്ഞതുകൊണ്ടാണ്, ഗുരുത്വത്തിൽ നിന്ന് മാത്രമേ മഹത്വത്തിലേക്ക് എത്താൻ കഴിയൂ. ഗുരുത്വം എന്ന് പറയുന്നത് 3 അക്ഷരങ്ങളാണ്. ആ 3 അക്ഷരത്തിൽ നിന്ന് മറ്റു 3 അക്ഷരങ്ങളിലേക്ക് എത്തുന്നു. മഹത്വം എന്ന് പറയുന്ന മഹനീയമായ, ഉദാത്തമായ, അതീവ ധന്യമായ ഒരവസ്ഥയിൽ എത്തണമെങ്കിൽ ഗുരുത്വം ഉണ്ടായി. ഈ ഗുരുത്വത്തെ കുറിച്ച് നമ്മുടെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ കാലം മുതൽ, എനിക്ക് മുമ്പുള്ള കാലം മുതൽ ലെഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിൾ പഠിക്കുന്നുണ്ട്. പരീക്ഷണശാലയിൽ സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിൽ സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ നിത്യജീവിതത്തിൽ ലെഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിളും ബോയിൽസ് ലായും ചാൾസ് ലായും ഒക്കെ ആവശ്യമുണ്ടോ? When pressure remains constant, temperature is indirectly proportional എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ആ ഒരു അവസ്ഥയുണ്ടോ? അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? ഇതൊന്നും തന്നെ അയാളുടെ ജീവിതത്തിന്റെ നിലവാരത്തിലും ജീവിതത്തിന്റെ മൂല്യത്തിനും ഉതകുന്ന വിധത്തിലുള്ള പാഠ്യക്രമങ്ങൾ അല്ലാതെ പോരുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഗുരുഭക്തിയെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച്, സമസൃഷ്ടി സ്നേഹത്തെക്കുറിച്ച്, സഹാനുഭൂതിയെക്കുറിച്ച്, സഹാനുകമ്പയെക്കുറിച്ച് എവിടെയാണ് പഠിക്കുന്നത്? ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പട്ടിണിയല്ല, വിദ്യാഭ്യാസമില്ലായ്മയല്ല, പിന്നെയോ തൊഴിലില്ലായ്മയല്ല, ജോലി കിട്ടാത്ത അവസ്ഥയല്ല. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്നേഹം ലഭിക്കാതെ പോകുന്ന ദുരവസ്ഥയാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കുന്നു, ഈ ദിവസങ്ങളിലെല്ലാം TV കാണുന്നു, ഒരു നീല ടീഷർട്ട് ഇട്ട ചെറുപ്പക്കാരനെ കൊണ്ടുപോകുന്നു പോലീസുകാർ. ഒരു നീല ടീഷർട്ട് ഇട്ട ചെറുപ്പക്കാരനെ കൊണ്ടുപോകുന്നു പോലീസുകാർ.
എന്തിന് മുടി വളർത്തിയ ഇരുണ്ട നിറമുള്ള നീല ടീഷർട്ടുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുപോകുന്നത് ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ട്? ആ ചെറുപ്പക്കാരൻ തന്റെ അച്ഛനെയും തന്റെ അമ്മയെയും മാതാപിത, നേരത്തെ പറഞ്ഞ മാതാപിത, അമ്മയെയും അച്ഛനെയും കൂടപ്പറപ്പിനെയും ബന്ധുവിനെയും നിഷ്കരുണം വധിച്ചിരിക്കുന്നു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ഏതോ ഒരു മാനസിക വിഭ്രമത്തിന് അടിപ്പെട്ട അങ്ങനെ ചെയ്തു. പക്ഷെ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് സ്നേഹം ലഭിച്ചിട്ടില്ല, എനിക്ക് ഒരു തുള്ളി പോലും സ്നേഹം കിട്ടിയിട്ടില്ല, എന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്റെ അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല, എനിക്ക് ഈ ജീവിതത്തിൽ ഇന്നേ വരെ അംഗീകാരം കിട്ടിയിട്ടില്ല, വെറുപ്പ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അവന്റെ മനസ്സ്, ആ കുട്ടിയുടെ മനസ്സ് എന്തുമാത്രം കലുഷിതമായി, എന്തുമാത്രം മലീമസമായി, എന്തുമാത്രം വികാര തീവ്രമായി അവനെ മറ്റൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചു ആലോചിക്കേണ്ടത്. അവിടെയാണ് ഇത്തരം ക്ലാസുകളുടെ പ്രസക്തി, അവിടെയാണ് ഇത്തരം ധാർമ്മിക ബോധത്തിന്റെ ഉത്തേജനത്തിന്റെ. രാമായണം എന്താണ് നമുക്ക് പകർന്നു? രാമായണം മാനുഷിക മൂല്യങ്ങളുടെ കഥയാണ്. ഇതിഹാസം എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ കഥയാണ്. അവിടെ രാമായണത്തിൽ നമ്മൾ കാണുന്നത് സീതയുടെ ധർമ്മം തന്റെ ഭർത്താവിനെ അനസ്യൂതം ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു പത്നിയുടെ തീവ്രമായ ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് സീത കാട്ടിലേക്കാണെങ്കിൽ പോലും, രാജധാനി കെട്ടിട്ടാണെങ്കിൽ പോലും ശ്രീരാമനോടൊപ്പം ഇറങ്ങിപ്പോകും. എന്നാലും പുത്രൻ വനത്തിന് പോയാൽ പിന്നെ പുരിവാസം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിൽ ഒരു ഭാര്യയുടെ വിഹ്വലതകൾ, ഭർത്താവ് അകന്നു പോകുമ്പോൾ ഭർത്താവിന്റെ അഭാവത്തിൽ താൻ അനുഭവിക്കേണ്ടി വരുന്ന ഏകാന്തതയുടെ ദുഃഖം ഒരു ഭാഗത്ത്, പിന്നെയോ താനില്ലാതെ എങ്ങനെയോ ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ, പ്രകൃതിയില്ലാതെ പുരുഷൻ എങ്ങനെ പൂർണ്ണനാകുമെന്ന് പറയുന്ന ആ ഉത്തുംഗമായ ചിന്ത മറ്റൊരു വശത്ത്. അതുകൊണ്ട് സീത പറയുന്നത് എന്താണ്? എന്നാലും പുത്രൻ വനത്തിന് പോയാൽ പിന്നെ ഈ രാജധാനിയിലുള്ള ഈ സ്വർഗീയ ജീവിതം എന്തിന്, ആർക്ക്? അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അങ്ങനെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമാക്കുമോ? ഇതാണ് രണ്ടാമത്തെ. വൈദേഹി പോരേണ്ട പാലേ, വൈദാഹ ശാന്തിക്ക് ഉപായങ്ങളില്ല, കല്ലുണ്ട്, മുള്ളുണ്ട്, കഠിനതകളുണ്ട് എന്നൊക്കെ കർത്താവിന്റെ പക്ഷത്തു നിന്ന് വിലക്കേണ്ട ധർമ്മം, ചുമതല നിശ്ചയമായിട്ടും ശ്രീരാമനുണ്ട്. ശ്രീരാമൻ ചെയ്യുന്നു. ശ്രീരാമൻ അങ്ങനെ ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് വിനയത്തോടെ സീത കൂടെ പോവുകയാണ്. ലക്ഷ്മണന്റെ ധർമ്മം എന്താണ്? ഭരതന്റെ ധർമ്മം എന്താണ്? ഭരതന്റെയും ലക്ഷ്മണന്റെയും കഥകൾ, സംഭവങ്ങൾ, ആ അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് സാഹോദര്യത്തിന്റെ, ജ്യേഷ്ഠഭക്തിയുടെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ. ജ്യേഷ്ഠൻ വനത്തിലേക്കാണ് പോകുന്നത്. വനം എന്ന് പറയുന്നത്, കാടെന്ന് പറയുന്നത് ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന, ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയുള്ള, സാഹചര്യമുള്ള ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ജ്യേഷ്ഠൻ പോകുന്നു. ഒറ്റയ്ക്കല്ല, ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പോകുന്നു. അപ്പൊ കൂടുതൽ അപകടമായി. അവർക്കൊരു തുണ പോവുക എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ധർമ്മം നിർവഹിക്കുകയാണ് ലക്ഷ്മണൻ. ഈ സമയത്ത് നാട്ടിലില്ലാത്ത ഭരതൻ തിരിച്ചു വന്നപ്പോൾ വളരെ ഈസിലി അവൈലബിൾ എന്ന് പറയാവുന്ന വിധത്തിൽ വളരെ എളുപ്പം അയാൾക്ക് രാജഭരണം കിട്ടിയിരിക്കുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ, ഇന്നത്തെ സഹോദരനാണെങ്കിലും ഈ വളരെ നന്നായി എന്ന് വിചാരിച്ചു. പക്ഷെ അയാൾ അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ഈ കാട്ടിലേക്ക് പോവുകയാണ് ശ്രീരാമനെ കാണുവാൻ. അദ്ദേഹത്തിന് അതൊന്നും വേണ്ട എന്ന് പറയുവാൻ അവസാനം ശ്രീരാമന്റെ നിർബന്ധം കൊണ്ട് ആ പാതുകങ്ങൾ കൊണ്ട് തിരിച്ചു പോരുകയാണ്. ആ പാതുകങ്ങൾ വെച്ച് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ആ പാതുകങ്ങളിൽ തൊഴുത് വണങ്ങി അദ്ദേഹം തിരിച്ചു. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കർണന്റെ കഥ എടുക്കാം. കർണൻ ആത്മവിശ്വാസത്തിന്റെ ഒരു വലിയ പ്രതീകമായിരുന്ന ആളാണ് കർണൻ. നമ്മുടെ കുട്ടികൾക്ക് കർണന്റെ കഥ പഠിപ്പിക്കേണ്ടതാണ്. ഇതിന്റെ മൂല്യങ്ങളെ ചോർത്തിക്കളയാവുന്ന, അതായത് രണ്ടാം ഗുണത്തിൽ അതിന്റെ ഒരുപാട് മൂല്യങ്ങളെ പുനർവ്യാഖ്യാനിച്ചു പൊളിച്ചു. ഇപ്പൊ നമ്മളറിയുന്നത് എന്താണ്? കുന്തിക്കൊരു വരം കിട്ടി, അല്ലേ?
ദിവ്യന്മാരായ ആളുകളിൽ നിന്ന് ഗർഭം ധരിച്ചു, അങ്ങനെ പാണ്ഡവന്മാർ ജനിച്ചു എന്നാണ്. ആ വരത്തെ കുറിച്ച്, അതിലുള്ള ഈശ്വരീയ അംശങ്ങളെ കുറിച്ച് ഒന്നും അദ്ദേഹം പറയുന്നില്ല. രണ്ടാം മഴ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെവിടെയോ നടന്ന ഒരു കഥ പോലെ നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ രാമായണം എന്ന് പറഞ്ഞൊരു സീരിയൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമയത്ത് രാമായണം സീരിയൽ കാണാൻ ആളുകൾ പിന്നെ നിലവിളക്ക് കത്തിച്ച് തൊഴുന്ന് ഈ ടെലിവിഷന്റെ മുന്നിലിരിക്കുന്ന ഒരു കാലം ഉണ്ടായി. രാമായണ സീരിയലിന്റെ സമയത്ത് അമ്മൂമ്മമാരെ പുണർന്ന് നിലവിളക്ക് കത്തിച്ച് കൃഷ്ണവരും ശ്രീരാമൻ വരും, ലക്ഷ്മണൻ വരും, സീത വരും എന്നൊക്കെ പറഞ്ഞ് ഭക്തിയോടെ ഇരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്താണെന്ന് തോന്നുന്നു ഒരു സായിപ്പ് ഏതോ ഒരു വീട്ടിൽ ചെന്ന് ഇത് കണ്ടു. നോക്കിയപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ രാമായണ സീരിയൽ കാണുകയാണ്. അതിൽ നിന്ന് അസ്ത്രങ്ങൾ വരും, അങ്ങോട്ട് അസ്ത്രങ്ങൾ തോന്നുന്നു, ബ്രഹ്മാസ്ത്രങ്ങൾ തോന്നുന്നു, അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്നു, ഒരസ്ത്രം രാജിയാവുന്നു. ഇതെല്ലാം കണ്ട ആളുകൾ ഇങ്ങനെ ത്രില്ലായിട്ടിരിക്കുന്ന കണ്ടിട്ട്, ഭക്തി പുരസ്കരം ഇരിക്കുന്ന കണ്ടിട്ട് രാജി ചോദിച്ചു, വാട്ട് ഈസ് ഗോയിങ് ഓൺ, ഇതെന്താണ് നടക്കുന്നത്? ഒരാൾ പറഞ്ഞു, അതിന്റെ ആൾക്കാർ പറഞ്ഞു കൊടുത്തു, ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ ക്ലാസിക് കൃതിയായ രാമായണത്തിന്റെ ആവിഷ്കരണമാണ്, അതിന്റെ നാടകീയമായ ആവിഷ്കരണമാണ്, അതിങ്ങനെ ഫിലിമായിട്ട് അവതരിപ്പിക്കുകയാണ്. വാട്ട് രാമായണം? ഒരു രാമായണം എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇതിഹാസമാണ്, ഏറ്റവും വലിയ ഇതിഹാസമാണ് രാമായണം. അപ്പൊ അതിന്റെ കഥയൊക്കെ പറഞ്ഞു വിസ്തരിച്ച് പറഞ്ഞു. രാമായണത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ട് വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ സാഹിത്യ യോഗ്യം ഇതാണോ നിങ്ങളുടെ രാമായണം? ഇതാണോ നിങ്ങളുടെ രാമായണം? ഇറ്റ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് ഡിവോഴ്സ് എന്നാണ് സാഹിത്യം. ഈ രാമൻ എന്തൊരു വിഡ്ഢിയാണ് സാഹിത്യം ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് തീരെ ഡിവോഴ്സ് ചെയ്താൽ പോരായിരുന്നു. ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിൽ നിങ്ങളുടെ രാമായണം 2 പേജിൽ ഒതുക്കുമായി. അതാണ് സംസ്കാരത്തിന്റെ വ്യത്യാസം. അതാണ് പാശ്ചാത്യ സംസ്കാരവും പൗരത്വ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് പാശ്ചാത്യ സംസ്കാരത്തിൽ പെട്ട ആളുകൾ ഇന്ത്യയിലേക്ക് വരികയും ഭാരതത്തിലേക്ക് വരികയും ഇവിടുത്തെ യോഗവിദ്യയും ഇവിടുത്തെ വേദാന്ത സ്ഥാനങ്ങളും അവർ കുമ്പിട്ട് സ്വീകരിച്ച് തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷെ നമ്മളത് എത്ര ഉൾക്കൊള്ളുന്നു, നമ്മളതിനെ എത്ര ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. ദുര്യോധനെ നമുക്കെടുക്കാം. ദുര്യോധനൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദുർവിനിയോഗം ചെയ്യുന്നവൻ. ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ദുർവിനിയോഗം ചെയ്യും, എന്തും ദുർവിനിയോഗം. ധനം ദുർവിനിയോഗം ചെയ്യും, അധികാരം കിട്ടിയാൽ അധികാരം ദുർവിനിയോഗം ചെയ്യും, എന്തും ദുർവിനിയോഗം ചെയ്യുന്ന ആളാണ് ദുര്യോധനൻ. ഈ ദുര്യോധന് ഒരു നന്മ മഹാഭാരതത്തിൽ കണ്ടെത്തുന്നത് ദുര്യോധനന്റെ ആ സുഹൃത്ത് സ്നേഹം, ഒരു സുഹൃത്തിനോടുള്ള ആത്മാർത്ഥതയാണ്. നമുക്കറിയാം ആരാണ് ദുര്യോധനന്റെ ഏറ്റവും കൊടുത്ത സുഹൃത്ത്? കർണനാണ്. കർണൻ. അപ്പൊ കർണനോട് ദുര്യോധനൻ പുലർത്തുന്ന ഒരു സൗഹൃദം, ആത്മാർത്ഥമായ സൗഹൃദം, കലർപ്പില്ലാത്ത സൗഹൃദം, യാതൊരു കളങ്കവുമില്ലാത്ത അകളങ്കമായ നിഷ്കളങ്കമായ നിഷ്കന്മഷമായ സൗഹൃദം കർണനുമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തന്റെ സഹോദരന്മാരെല്ലാം മരിച്ചു, കാലപുരി പ്രാപിച്ചു എന്നറിയപ്പോഴും അചഞ്ചലനായിരിക്കുന്ന ദുര്യോധനൻ കർണന്റെ മരണവൃത്താന്ന് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞു. തന്റെ സുഹൃത്ത് നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ദുര്യോധനൻ പൊട്ടിക്കരയുന്നത് മഹാഭാരതത്തിൽ സൗഹൃദത്തിന്റെ ഏറ്റവും നല്ല ബിംബമാണ്. ഈ വിധത്തിൽ എന്റെ പുസ്തകം നീട്ടുന്നില്ല. ഈ വിധത്തിൽ നമ്മുടെ പുരാണങ്ങളിൽ നിന്ന്, ഇതിഹാസങ്ങളിൽ നിന്ന് ഒരുപാട് നന്മയുടെ മുത്തുകളെ, നന്മയുടെ ഖനികളെ, അക്ഷയ ഖനികളെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, അവരുടെ പൊരുന്നു മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ